അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന 59 രാമഭക്തരുടെ ജീവനെടുത്ത ഗോദ്ര കലാപം. ഈ ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിലെ തീപിടുത്തത്തിന്റെ കഥ പറയുന്ന സബർമതി റിപ്പോർട്ട്. ഈ സിനിമ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണാനെത്തി. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ മോദിയെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്ന NGO സംഘടനകൾക്ക് തിരിച്ചടിയാകുന്ന ഈ സിനിമ സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. പലർക്കുമുള്ള മറുപടി കൂടിയാണ് ഈ സിനിമ. ജേർണലിസ്റ്റുകളുടെ ജീവിതത്തിലൂടെ 59 പേര് ഒരു ട്രെയിനിന്റെ ബോഗിയിലിട്ട് ചുട്ടുകൊന്ന ഗോദ്ര കൂട്ടക്കൊലയുടെ സത്യം പുറത്തു കൊണ്ടുവരുന്ന സിനിമയാണ് സബർമതി റിപ്പോർട്ട്. മോദി പ്രധാനമന്ത്രിയായ ശേഷം 10 വർഷത്തിൽ കണ്ട ചുരുക്കം സിനിമകളിലൊന്നാണ് സബർമതി റിപ്പോർട്ട്. തന്റെ മകളുടെ പേരിൽ പ്രധാനമന്ത്രി മോദിയോടൊപ്പം സിനിമ കാണാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടനാണ് എന്ന് ഹിന്ദി നടൻ ജിതേന്ദ്രയും പറഞ്ഞിട്ടുണ്ട്. ജിതേന്ദ്രയുടെ മകൾ ഏക്ത കപൂറാണ് സബർമതി റിപ്പോർട്ടിന്റെ നിർമ്മാതാവ്. മോദി ഈ സിനിമ കാണാനുള്ള കാരണം എന്താണ്? കാരണം ഈ സിനിമ ഗോദ്ര തീവണ്ടിയിലെ തീവെപ്പാണ് കാണിക്കുന്നത്. ഏകദേശം 16 ദിവസം പ്രായമായ കുഞ്ഞടക്കം 59 പേർ ചുട്ടുകൊല്ലപ്പെട്ട ഗോദ്ര കലാപത്തെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റ് കുറേ നഗ്ന സത്യങ്ങൾ ഈ സിനിമയിലൂടെ തിരിച്ചറിയുന്നു. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ മോദിയെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്ന NGO സംഘടനകൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഈ സിനിമ. ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരുന്ന സിനിമ എന്നാണ് സബർമതി എക്സ്പ്രസിനെ കുറിച്ച് ജേർണലിസ്റ്റ് അലോക് ഭട്ട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഈ പോസ്റ്റ് പ്രധാനമന്ത്രി മോദി പങ്കുവയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സിനിമ കാണുകയും ചെയ്തു. സബർമതി റിപ്പോർട്ട് എന്ന സിനിമ 19 ദിവസത്തിൽ 30 കോടിയോളം നേടി മുന്നേറുകയാണ്. NGO സംഘടനയായ സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന സംഘടനയുടെ സെക്രട്ടറി തീസ്ത സെത്തൽവാദ് എത്രയോ വർഷമായി ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം നടത്തി വരികയാണ് എന്ന് നമുക്കറിയാം. അവർ സുപ്രീം കോടതിയിൽ വരെ മോദിക്കെതിരെ പോയി, പക്ഷേ പരാജയപ്പെട്ടു. സഞ്ജീവ് ഭട്ട് എന്ന ഗുജറാത്തിലെ പോലീസ് ഓഫീസർക്ക് മൻമോഹൻ സിംഗിന്റെ കാലത്തെ കോൺഗ്രസ് സർക്കാർ ഡബിൾ പ്രൊമോഷനാണ് നൽകിയത്. ഈ പോലീസ് ഓഫീസറും ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയെ വേട്ടയാടാൻ തുനിഞ്ഞിരുന്നു. ഗോദ്ര തീവണ്ടിയിലെ ഒരു ബോഗിക്ക് പുറത്തു നിന്നും തീ കൊളുത്തുകയാണ് ഉണ്ടായത് എന്നും പറയുന്നു. മാത്രമല്ല, ബോഗിക്കുള്ളിലെ ഒരാളും രക്ഷപ്പെടാതിരിക്കാൻ വാതിലുകൾ പുറത്തുനിന്നും കൊട്ടിയടയ്ക്കുകയും ചെയ്തതായി പറയുന്നു. കത്തിക്കരിഞ്ഞ് ഇവരുടെ മൃതദേഹങ്ങൾ അടച്ചിട്ട ആംബുലൻസിലാണ് ബന്ധുക്കൾ സ്വീകരിക്കുന്നത്. ഈ സംഭവമാണ് പിന്നീട് ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത്. 2002 ഫെബ്രുവരി 27 മുസാഫർപൂരിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള യാത്രയിലായിരുന്നു സബർമതി എക്സ്പ്രസ്. ബീഹാറും ഉത്തർപ്രദേശും കടന്ന് ഗുജറാത്തിലേക്കുള്ള സവാരി. അയോധ്യയിൽ എത്തിയപ്പോൾ 100 കണക്കിന് കർസേവകരാണ് തീവണ്ടിയിൽ കയറിയത്. അവിടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു വരുന്നവരായിരുന്നു അവർ. അതും കഴിഞ്ഞ് രാവിലെ 7:45 തീവണ്ടി ഗുജറാത്തിലെ ഗോദ്ര സ്റ്റേഷനിൽ എത്തിയത്. 4 മണിക്കൂർ വൈകിയാണ് തീവണ്ടി അവിടെ എത്തുന്നത്. അല്പനേരത്തിന് ശേഷം തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് നീങ്ങി തുടങ്ങുമ്പോൾ ആരോ അപായ ചങ്ങല എന്ന് എഞ്ചിൻ ഡ്രൈവർ പിന്നീട് വ്യക്തമാക്കുന്നു. അതോടെ സ്റ്റേഷനിൽ നിന്ന് കുറച്ചു മാറി തീവണ്ടി വീണ്ടും നിന്നു. പോലീസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് തീവണ്ടി നിന്നതോടെ 1000-ഓളം വരുന്ന ആളുകൾ കോച്ചുകൾക്ക് നേരെ കല്ലെറിയാൻ തുടങ്ങി. ഒപ്പം കോച്ചുകൾക്ക് തീയിടുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് S6 കോച്ചിനാണ്. അതിലെ ആളുകൾ വെന്തു മരിച്ചു. 27 സ്ത്രീകളും 10 കുട്ടികളും അടക്കം 59 പേരാണ് തീവെപ്പിൽ എരിഞ്ഞടങ്ങിയത്. സംസ്ഥാന സർക്കാർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനുകളെ നിയമിച്ചു. ജസ്റ്റിസ് നാനാവതി കമ്മീഷനായിരുന്നു ആദ്യം നിയോഗിക്കപ്പെട്ടത്. റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ് ആദ്യം സമർപ്പിച്ചത്. സംഭവം ഗൂഢാലോചനയാണ് എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. മോഹിന്ദർ സിംഗ് ദഹിയയുടെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് സയൻസ് ലാബിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത് കോച്ചിനുള്ളിൽ നിന്ന് തന്നെയാണ് തീ വെച്ചത് എന്നാണ്. സീറ്റ് നമ്പർ 72-ൽ നിന്നാണ് പെട്രോൾ പോലുള്ള പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകം ഒഴിച്ചത് എന്നും ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. പിന്നീട് വന്ന ജസ്റ്റിസ് UC ബാനർജി റിപ്പോർട്ട് ഇതൊരു അപകടമായിട്ടാണ് കണ്ടത്. എന്നാൽ സുപ്രീം കോടതി അത് അസാധുവാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ നാനാവതി കമ്മീഷന്റെ റിപ്പോർട്ട് പറഞ്ഞത് ഇതൊരു ഗൂഢാലോചന തന്നെയാണ് എന്നാണ്. ജൂൺ 2009 കേസിൽ വിചാരണ തുടങ്ങിയത്. 2 വർഷത്തിന് ശേഷം അഹമ്മദാബാദ് ഫാസ്റ്റ് ട്രാക്ക് കോടതി കേസിൽ 31 പേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി. അവരിൽ 11 പേർക്ക് വധശിക്ഷയും 20 പേർക്ക് ജീവപര്യന്തവും ശിക്ഷ വിധിച്ചു. എന്നാൽ 2023 ഗുജറാത്ത് ഹൈക്കോടതി വധശിക്ഷ മാറ്റി ജീവപര്യന്തമാക്കി. തീവണ്ടിയിലെ അപകടത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് സാമുദായിക ലഹള തുടങ്ങി. അതിൽ 2000-ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. പല കൊലപാതകങ്ങളും അതിക്രൂരമായിരുന്നു. സ്ത്രീകളും പെൺകുട്ടികളും ബലാത്സംഗത്തിനിടെ എത്രയോ പേർക്ക് വീട് നഷ്ടപ്പെട്ടു, പലരെയും കാണാതായി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് ആദ്യം സംസ്ഥാന സർക്കാർ പറഞ്ഞു എങ്കിലും അത് സത്യമല്ല എന്ന് അധികം വൈകാതെ തെളിഞ്ഞു. മാസങ്ങളോളമാണ് ഈ ആക്രമണങ്ങൾ തുടർന്നത്. സബർമതി തീവണ്ടിയിൽ ഉണ്ടായ തീവെപ്പിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയാണ് സബർമതി റിപ്പോർട്ട്. വിക്രന്ത് മാസി, റാഷി ഖനയും, റിദ്ധി ഡോഗ്രയുമാണ്
സിനിമയിൽ അഭിനയിക്കുന്നത്. നിർമ്മിച്ചത് ഏക്ത കപൂർ, ശോഭ കപൂർ, അമുൽ വി മോഹൻ, അൻഷുൽ മോഹൻ എന്നിവർ ചേർന്നാണ്. പലതവണ ഈ സിനിമയുടെ പ്രദർശനം നീട്ടിവെച്ചു. അധികവും സെൻസർ പ്രശ്നങ്ങളായിരുന്നു. ഒടുവിൽ നവംബർ 15-നാണ് സിനിമ റിലീസായത്. എന്തായാലും 50 കോടി ചിലവഴിച്ച് നിർമ്മിച്ച ഈ സിനിമ സത്യം തുറന്നു കാണിക്കുകയാണ്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സിനിമ കാണാൻ കാരണം. വ്യാജമായ വിവരങ്ങൾക്ക് ഒരു ചെറിയ കാലത്തിനപ്പുറം നിലനിൽപ്പില്ല. ഒടുവിൽ ഗോദ്രയെക്കുറിച്ചുള്ള സത്യം പുറത്തു വന്നിരിക്കുന്നു. വസ്തുതകൾ മാത്രമാണ് ഈ സിനിമ കാണിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിപ്രായ പ്രകടനമാണിത്. 12th ഫെയിൽ എന്ന സൂപ്പർ ബോളിവുഡ് ഹിറ്റിന് ശേഷം വിക്രാന്ത് മാസി എന്ന നടൻ നായകനായി എത്തുന്ന സിനിമ കൂടിയാണ് സബർമതി റിപ്പോർട്ട്. മോദിക്കൊപ്പം തിങ്കളാഴ്ച പ്രത്യേക സ്ക്രീനിംഗ് കാണാൻ പോയ അനുഭവം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നാണ് വിക്രാന്ത് മാസി പ്രതികരിച്ചത്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ നിമിഷമാണ് പ്രധാനമന്ത്രിക്കൊപ്പം സിനിമ കാണാൻ കഴിഞ്ഞതിൻ്റെ അനുഭവമെന്ന് വിക്രാന്ത് മാസി പറഞ്ഞു. ഒരു പ്രത്യേക അനുഭവമായിരുന്നു അത്. ഇപ്പോഴും എനിക്കത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. മോദിക്ക് പുറമെ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരും പ്രദർശനം കാണാൻ എത്തിയിരുന്നു. പാർലമെന്റിലെ ബലായോഗി ഹാളിലായിരുന്നു പ്രദർശനം. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെ എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും സിനിമ കാണാനെത്തി. ന്യൂസ് ഡെസ്ക് കർമ്മ.